നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ ചേട്ടാ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഒരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്ത് ഷോർട്സിൽ ഇതൊന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, ഈ ചാനലിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ വെച്ചുകൊണ്ട് നീ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്രോഡക്റ്റിൻ്റെ കമ്പനിക്കാർക്ക് മാത്രമേ ഗുണം ചെയ്യത്തുള്ളൂ, നിനക്ക് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ എനിക്കൊരു കമൻറ്റ് വന്നു. അപ്പോൾ തുടക്കത്തിലായതുകൊണ്ട് ആ കമൻറ്റ് എന്നെ ഒരുപാട് നിരാശപ്പെടുത്തി. ഞാൻ പിന്നെ അവസാനം ആ ഷോർട്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇപ്പോഴാണ് ഇത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കാറിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നല്ല രീതിയിൽ വെള്ളം മൊത്തം കളയുക. അതിനുശേഷം നമ്മുടെ ഈ പ്രോഡക്റ്റ് ഗ്ലാസ്സിൽ പലയിടത്തായിട്ട് സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് സ്പ്രേ ചെയ്യേണ്ട, അത് ഒലിച്ച് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഇവിടെയായിട്ട് മാറി മാറി സ്പ്രേ ചെയ്യുക. ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രോഡക്റ്റിൻ്റെ പാക്കറ്റിനകത്ത് തന്നെ ഈ സ്പ്രേ ചെയ്യുന്ന ലിക്വിഡ് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുന്നതിനായിട്ട് ഒരു ക്ലോത്ത് പോലത്തെ ഒരു ഷീറ്റ് ഇതുണ്ട്. ആ ഷീറ്റ് വെച്ച് ഈ സ്പ്രേ ചെയ്ത ലിക്വിഡ് ഗ്ലാസ്സിൽ എല്ലായിടത്തും സ്പ്രെഡാകുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. തേക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഒരു വൃത്താകൃതിയിൽ കൈകൊണ്ട് സർക്കുലർ മോഷനിൽ തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും എല്ലാ ഏരിയയും കവർ ചെയ്ത് കിട്ടാൻ നല്ലത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഇത് ഗ്ലാസ്സിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് ഈ 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിൽ നോക്കുമ്പോൾ തന്നെ കാണാം ചെറിയൊരു പുകമോട്ടലം പോലെ ഇരിക്കുന്നത്. അത് നമ്മൾ അപ്ലൈ ചെയ്ത സാധനമാണ്. പ്രോഡക്റ്റിൻ്റെ പാക്കിനൊപ്പം കിട്ടുന്നതാണ് ഈ തുണി. ഈ തുണി വെച്ച് ആ ഗ്ലാസ്സിൽ നല്ല രീതിയിൽ നമ്മൾ നേരത്തെ ലിക്വിഡ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ സർക്കുലർ മോഷനിൽ വട്ടത്തിൽ നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ ഫോഴ്സിൽ റബ്ബ് ചെയ്യുക. ഗ്ലാസ്സിൽ നമ്മൾ ഈ ലിക്വിഡ് എവിടെയെല്ലാം അപ്ലൈ ചെയ്തോ അവിടെയെല്ലാം ഈ സർക്കുലർ മോഷനിൽ ഒരു 5 മിനിറ്റോളം ഒരുപാട് ശക്തി എടുക്കാതെ എന്നാൽ അത്യാവശ്യം ആ ഒരു പുകപടലം മാറുന്ന രീതിയിൽ, മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അത്രയും ഒരു ശക്തിയിൽ എല്ലായിടവും നല്ലപോലെ റബ്ബ് ചെയ്യുക. നല്ല രീതിയിൽ റബ്ബ് ചെയ്തതിന് ശേഷം ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഒരു ഗ്ലാസ്സിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും, നേരത്തെ നമ്മുടെ ഗ്ലാസ്സിലെ വെള്ളത്തുള്ളികൾ നല്ലപോലെ പറ്റിപ്പിടിച്ച് നമുക്ക് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വെള്ളത്തുള്ളികൾ ഒട്ടും തന്നെ അങ്ങനെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ നിൽക്കുന്നില്ല. അതൊരു വെള്ളത്തുള്ളികളായിട്ട് തന്നെ അത് ഒഴുകി ഗ്ലാസ്സിൽ നിന്ന് മാറുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാം. ഈ ഒരു പ്രോഡക്റ്റ് ഞാനും മേടിച്ച് ഉപയോഗിച്ച് അത് കൊള്ളാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, വെള്ളത്തുള്ളിയിൽ അങ്ങനെ ഗ്ലാസ്സിൽ ഒരുപാട് സ്പ്രെഡായി നമുക്ക് കാഴ്ച മറയ്ക്കുന്നില്ല. ഈ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും, അധികം വിലയില്ല. എന്തായാലും ഈ മഴക്കാലത്ത് എല്ലാവരും സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഇത് ഉപകാരപ്പെടട്ടെ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ ആ ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ട് എന്നെ അന്ന് നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പ്രചോദനമായ ആ ചേട്ടന് വേണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കുക. തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും.